പ്രഭാതത്തിന്റെ സ്വർണ്ണകിരണങ്ങൾ വനത്തിന്റെ മുകളിലൂടെ പതുക്കെ പരന്നു തുടങ്ങി. അയോധ്യയിൽ നിന്ന് ദൂരേക്ക് സഞ്ചരിച്ചിരുന്ന 4 രാജകുമാരന്മാരും ഇപ്പോൾ ഒരു പുതിയ ലോകത്തിന്റെ കവാടത്തിലെത്തിയിരുന്നു. ഇത് രാജമന്ദിരത്തിന്റെ ആഡംബരമല്ല, ഇത് ജ്ഞാനത്തിന്റെ വീട്, വിനയത്തിന്റെ വീട്, ധർമ്മം ജീവിതമായി ജീവിക്കുന്നവരുടെ ലോകം. ഗുരുവസിഷ്ഠൻ മുന്നിൽ ശാന്തമായി നടന്നു. അദ്ദേഹത്തിന്റെ ഓരോ ചുവടിലും അടക്കവും സമാധാനവും നിറഞ്ഞിരുന്നു. രാമനും സഹോദരന്മാരും അദ്ദേഹത്തെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങി. വഴിയരികിൽ വലിയ ആൽമരങ്ങൾ, പച്ച നിറഞ്ഞ മുളങ്കാളുകൾക്കിടയിലൂടെ ഒരു ചെറിയ അരുവി കളകളമൊഴുകി. വെള്ളത്തിൽ സൂര്യപ്രകാശം വജ്രം പോലെ മിന്നിത്തിളങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ വനത്തിന്റെ നിശബ്ദതയ്ക്കിടയിൽ മൃദുവായ വേദമന്ത്രങ്ങളുടെ നാദം കേൾക്കാൻ തുടങ്ങി. രാമൻ ഒരു നിമിഷം നിന്നു. ആ ശബ്ദം അവന്റെ മനസ്സിൽ ഒരു അപൂർവമായ ശാന്തി നിറച്ചു. അവൻ ഗുരുവിനെ നോക്കി. ഗുരുദേവ, ഈ മന്ത്രങ്ങൾ ആരാണ് ചൊല്ലുന്നത്? വസിഷ്ഠൻ പുഞ്ചിരിച്ചു. നമ്മുടെ ശിഷ്യന്മാർ. ഓരോ പ്രഭാതവും അറിവിനെ വന്ദിച്ചുകൊണ്ടാണ് അവർ ദിവസം ആരംഭിക്കുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ മരങ്ങൾക്കിടയിൽ ചെറിയ കുടിലുകൾ കാണാൻ തുടങ്ങി. മണ്ണുകൊണ്ട് പണിത ലളിതമായ ആ കുടിലുകൾക്ക് മുന്നിൽ തുളസിച്ചെടികൾ പച്ചയായി വളർന്നു നിന്നു. ചില കുടിലുകളുടെ മേൽക്കൂരയിൽ മയിലുകൾ വിശ്രമിക്കുകയായിരുന്നു. ഒരു വശത്ത് കുറച്ചു പശുക്കൾ ശാന്തമായി പുല്ലുമെയ്യുന്നു. അവയുടെ കഴുത്തിലെ ചെറിയ മണികൾ മൃദുവായി മുഴങ്ങി. ആശ്രമത്തിന്റെ മുറ്റത്ത് ചില ശിഷ്യന്മാർ കയ്യിൽ വിറകുമായി തിരികെ എത്തി. മറ്റു ചിലർ യാഗശാലയ്ക്കായി പൂക്കൾ ശേഖരിക്കുകയായിരുന്നു. ഒരു ബാലൻ പരിക്കേറ്റ ഒരു മാൻകുട്ടിക്ക് വെള്ളം കൊടുക്കുകയായിരുന്നു. മറ്റൊരാൾ ചെറിയ പക്ഷിക്കോട് മരക്കൊമ്പിൽ വീണ്ടും വെച്ചുകൊണ്ടിരുന്നു. രാമൻ ആ കാഴ്ച ആഴത്തിൽ നോക്കി. അവൻ മൃദുവായി പറഞ്ഞു, ഇവിടെ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ഭയമില്ലാതെ ജീവിക്കുന്നു. വസിഷ്ഠൻ തല കുലുക്കി. രാമ, മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കുന്നിടത്താണ് ധർമ്മം വളരുന്നത്. അപ്പോൾ ആശ്രമത്തിലെ ഒരു വയോധിക ശിഷ്യൻ മുന്നോട്ട് വന്നു. അദ്ദേഹം 4 രാജകുമാരന്മാരെയും വണങ്ങി. ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുദേവ, പുതിയ ശിഷ്യന്മാർക്കായി കുടിലുകൾ ഒരുക്കിയിട്ടുണ്ട്. വസിഷ്ഠൻ മൃദുവായി തലകുലുക്കി. രാമനും സഹോദരന്മാരും ആ കുടിലുകൾക്കുള്ളിലേക്ക് നടന്നു. ദർഭം വിരിച്ച ഒരു വിശ്രമസ്ഥലം, അത്രമാത്രം. പക്ഷേ ആ ചെറിയ കുടിലിൽ അവർക്ക് അനുഭവപ്പെട്ട ശാന്തി രാജമന്ദിരത്തിലെ ഏതു മുറിയിലും അനുഭവിച്ചിട്ടില്ലായിരുന്നു. രാമൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മരക്കൊമ്പിൽ 2 കുരുവികൾ. അവ ചെറിയ കൂട് പണിയുകയായിരുന്നു. അവൻ പുഞ്ചിരിച്ചു. ജീവിതത്തിലെ എല്ലാ മഹത്തായ നിർമ്മിതികളും ഇങ്ങനെയുള്ള ചെറിയ ആരംഭങ്ങളിൽ നിന്നാണ് ഉയരുന്നതെന്ന് അവന് തോന്നി. അപ്പോൾ ആശ്രമത്തിലാകെ ഒരു ശംഖുനാദം മുഴങ്ങി. ഗുരുവസിഷ്ഠൻ എല്ലാ ശിഷ്യന്മാരെയും യാഗശാലയിലേക്ക് വിളിക്കുകയായിരുന്നു. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും പരസ്പരം നോക്കി. അവരുടെ പുതിയ ജീവിതം ഇനി യഥാർത്ഥത്തിൽ ആരംഭിക്കുകയാണ്. ആശ്രമത്തിലെ ശംഖുനാദം മുഴങ്ങിയതോടെ എല്ലാ ശിഷ്യന്മാരും യാഗശാലയുടെ വിശാലമായ മുറ്റത്തേക്ക് ഒന്നൊന്നായി വന്നു ചേർന്നു. ആരും പരസ്പരം ഒച്ചത്തിൽ സംസാരിച്ചില്ല. ആരും തിരക്ക് കൂട്ടിയില്ല. നിശബ്ദത ആശ്രമത്തിന്റെ ഒരു നിയമം പോലെ എല്ലാവരും പാലിച്ചു. യാഗവേദിയുടെ മുന്നിൽ വലിയൊരു ആൽമരം നിഴൽ വരിച്ചിരിക്കുന്നു. അതിന്റെ ചുവട്ടിൽ ദർഭപായങ്ങൾ വൃത്താകൃതിയിൽ വിരിച്ചിരുന്നു. അവിടെയായിരുന്നു ഓരോ ദിവസവും പഠനം ആരംഭിച്ചിരുന്നത്. രാമനും സഹോദരന്മാരും മറ്റു ശിഷ്യന്മാരുടെ അരികിൽ പോയിരുന്ന് അവർക്കായി പ്രത്യേകമായ സ്ഥലമൊന്നും ഒരുക്കിയിരുന്നില്ല. രാജകുമാരന്മാരായാലും ഇവിടെ എല്ലാവരും ഒരുപോലെയായിരുന്നു. അത് രാമന്റെ മനസ്സിൽ കൂടുതൽ ബഹുമാനമുണർത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഗുരുവസിഷ്ഠൻ വന്ന് എല്ലാ ശിഷ്യന്മാരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി പ്രണാമം ചെയ്തു. ഗുരു അവരെ ഇരിക്കാൻ സൂചിപ്പിച്ചു. വസിഷ്ഠ മഹർഷി ചുറ്റുമിരുന്ന ഓരോ മുഖവും ശ്രദ്ധിച്ചു. ശേഷം മൃദുവായി ചോദിച്ചു, മക്കളെ, ഈ വനത്തിലെ ഏറ്റവും ശക്തിയുള്ളത് ഏതാണ്? ഒരു ശിഷ്യൻ എഴുന്നേറ്റു. സിംഹം. ഗുരുദേവ, മറ്റൊരാൾ പറഞ്ഞു, ആനയാണ് ഏറ്റവും ശക്തൻ. വസിഷ്ഠൻ പുഞ്ചിരിച്ചു. അല്ല, ഈ വനത്തിലെ ഏറ്റവും വലിയ ശക്തി സമതുലാവസ്ഥയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു. മരങ്ങൾ വളരുന്നു, കാരണം ഭൂമി അവയെ താങ്ങുന്നു. നന്ദി. ഒഴുകുന്നു, കാരണം അത് സ്വന്തം വഴി തെരഞ്ഞെടുക്കുന്നില്ല. സൂര്യൻ പ്രകാശിക്കുന്നു, പകരം ഒന്നും പ്രതീക്ഷിക്കാതെ. പ്രകൃതിയിൽ ഓരോന്നും സ്വന്തം കടമ നിർവഹിക്കുന്നു. മനുഷ്യനും അങ്ങനെ ജീവിക്കണം. രാമൻ ഗുരുവിന്റെ ഓരോ വാക്കും മനസ്സിൽ പതിപ്പിച്ചു.
അവൻ കൈ ഉയർത്തി ഒരു ചോദ്യം ചോദിച്ചു. ഗുരുദേവ, ധർമ്മം എപ്പോഴും എളുപ്പമുള്ള വഴിയാണോ? വസിഷ്ഠ മഹർഷി രാമനെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി. അല്ല രാമ, ധർമ്മം പലപ്പോഴും ഏറ്റവും പ്രയാസമുള്ള വഴിയാണ്. എന്നാൽ അതവസാനം മനസ്സിന് ശാന്തി നൽകുന്ന ഒരേ ഒരു വഴിയുമാണ്. ആ മറുപടി ആശ്രമത്തിലെ ഓരോ ശിഷ്യനും ആഴത്തിൽ സ്പർശിച്ചു. കാരണം അവർ ഒരു പാഠം മാത്രമല്ല, ജീവിതത്തിന്റെ അടിത്തറയാണ് കേട്ടത്. അതിനുശേഷം വസിഷ്ഠൻ ഒരു ചെറിയ മൺവിളക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരു ശിഷ്യൻ വിളക്ക് കൊണ്ടുവന്നു. ഗുരു അത് എല്ലാവരുടെയും മുന്നിൽ വെച്ചു. ഈ ചെറിയ ദീപം സ്വന്തം പ്രകാശം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അതിന്റെ വെളിച്ചം കുറയുന്നില്ല. അറിവും അങ്ങനെയാണ്. നിങ്ങൾ പഠിക്കുന്നതെല്ലാം ഒരിക്കൽ ലോകത്തിന് നൽകണം. സൂര്യൻ പതുക്കെ ഉയർന്നുകൊണ്ടിരുന്നു. മരങ്ങളുടെ ഇടയിലൂടെ പ്രകാശം ശിഷ്യന്മാരുടെ മുഖങ്ങളിൽ വീണു. ആ പ്രകാശത്തിൽ രാമന്റെയും സഹോദരന്മാരുടെയും കണ്ണുകളിൽ ഒരു പുതിയ ആത്മവിശ്വാസം തെളിഞ്ഞു. അവർ അറിവിന്റെ യാത്രയിൽ ആദ്യ ചുവട് വെച്ചു കഴിഞ്ഞിരുന്നു. ആദ്യ പാഠം അവസാനിച്ചപ്പോൾ ശിഷ്യന്മാർ പുസ്തകങ്ങൾ എടുത്തില്ല. ആരും പഠിച്ച കാര്യങ്ങൾ എഴുതാനും തുടങ്ങിയില്ല. പകരം ഗുരുവസിഷ്ഠൻ എഴുന്നേറ്റ് മൃദുവായി പറഞ്ഞു, ഇനി നമുക്ക് ആശ്രമത്തിന്റെ അടുത്ത പാഠം പഠിക്കാം. ശിഷ്യന്മാർ ഒന്നൊന്നായി എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം ചെറിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് നടന്നു. ഒരാൾ അടുക്കളയിലേക്ക്, മറ്റൊരാൾ ഗോശാലയിലേക്ക്, മറ്റൊരാൾ പൂന്തോട്ടത്തിലേക്ക്, മറ്റു ചിലർ അരുവിക്കരയിലേക്ക് വെള്ളമെടുക്കാൻ പുറപ്പെട്ടു. രാമൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു. അവൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുദേവ, ഇതും പഠനത്തിന്റെ ഭാഗമാണോ? വസിഷ്ഠൻ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. രാമ, സ്വന്തം കൈകൊണ്ട് ചെയ്യുന്നു ഓരോ നല്ല പ്രവൃത്തിയും അതൊരു വിദ്യയാണ്. സേവനം പഠിക്കാത്തവൻ വിദ്യ പൂർണ്ണമായി പഠിച്ചിട്ടില്ല. ആ വാക്കുകൾ രാമന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവൻ ഒരു നിമിഷം പോലും മടിച്ചില്ല. അരികിലുണ്ടായിരുന്ന ഒരു മൺകലശമെടുത്ത് അരുവിയിലേക്ക് മറ്റു ശിഷ്യന്മാരോടൊപ്പം നടന്നു. വഴിയിൽ വീണുകിടന്ന ഒരു വലിയ മരക്കൊമ്പ് അവരുടെ വഴി തടഞ്ഞു. രണ്ടു ചെറിയ ശിഷ്യന്മാർ അത് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. രാമൻ പതുക്കെ അവരുടെ അരികിലെത്തി. നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. മൂവരും ഒരുമിച്ച് കൊമ്പ് വഴിയിൽ നിന്നും മാറ്റി. ചെറിയ കുട്ടികൾ സന്തോഷത്തോടെ ചിരിച്ചു. അരുവിക്കരയിൽ വെള്ളം ശാന്തമായി ഒഴുകി. ഓരോ ശിഷ്യനും സ്വന്തം കലശം നിറച്ച് തിരികെ നടക്കുമ്പോൾ ഒരു ചെറിയ ബാലന്റെ കലശം കയ്യിൽ നിന്ന് താഴെ വീണു. വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി. ബാലൻ വിഷമത്തോടെ നിന്നു. രാമൻ ഒന്നും പറയാതെ സ്വന്തം കലശത്തിലെ പകുതി വെള്ളം അവന്റെ കലശത്തിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഒരുമിച്ച് പോകാം. ബാലന്റെ കണ്ണുകളിൽ നന്ദിയുടെ പ്രകാശം നിറഞ്ഞു. ആ കാഴ്ച ദൂരെയിരുന്ന വസിഷ്ഠ മഹർഷി കണ്ടു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു തൃപ്തിയുടെ പുഞ്ചിരി വിരിഞ്ഞു. കരുണ പഠിപ്പിക്കാൻ കഴിയില്ല, അത് ഹൃദയത്തിലുണ്ടായിരിക്കണം. അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. ആശ്രമത്തിലേക്ക് തിരികെ എത്തിയപ്പോൾ ഓരോ ശിഷ്യനും സ്വന്തം ജോലി പൂർത്തിയാക്കി. ആരും ആരെയും പ്രശംസിച്ചില്ല. കാരണം അവിടെ നല്ല പ്രവൃത്തി സാധാരണമായിരുന്നു. അതാരെയും വലിയവനാക്കാൻ വേണ്ടിയല്ല, ശരിയായത് ചെയ്യാനായിരുന്നു. അന്നത്തെ ഉച്ചഭക്ഷണം വളരെ ലളിതമായിരുന്നു. ചൂടുള്ള കഞ്ഞി, കുറച്ച് പഴങ്ങൾ, അല്പം പാൽ. എല്ലാവരും ഒരേ രീതിയിലിരുന്നു. ആദ്യം ഗുരുവിന് വിളമ്പി, പിന്നീട് മുതിർന്ന ശിഷ്യന്മാർക്കും, അവസാനം ഇളയവർക്ക്. രാമൻ ക്ഷമയോടെ സ്വന്തം മുഴം കാത്തിരുന്നു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഗുരുവസിഷ്ഠൻ എല്ലാവരെയും നോക്കി. ഇന്ന് നിങ്ങൾ അക്ഷരങ്ങൾ കുറച്ചു മാത്രം പഠിച്ചു. പക്ഷേ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അതിന്റെ ആദ്യ പാഠം ഇന്ന് ആരംഭിച്ചു. രാമൻ ആകാശത്തേക്ക് നോക്കി. മരങ്ങളുടെ ഇടയിലൂടെ സൂര്യപ്രകാശം ഭൂമിയിൽ സ്വർണ്ണകവരങ്ങളായി വീണിരിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ ഒരു പുതിയ സന്തോഷമുണ്ടായിരുന്നു. ഇവിടെ ഓരോ ദിവസവും ഒരു പുതിയ പാഠം കാത്തിരിക്കുന്നുവെന്ന് അവൻ അറിയുകയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ സൂര്യന്റെ ചൂട് പതുക്കെ കുറഞ്ഞു തുടങ്ങി. ആശ്രമത്തിലെ എല്ലാ ശിഷ്യന്മാരും വീണ്ടും ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ചുകൂടി. ഗുരുവസിഷ്ഠൻ അവരെ നോക്കി മൃദുവായി പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം വനത്തിലേക്ക് വരൂ. എല്ലാവരും നിശബ്ദമായി. അവർ ഗുരുവിനെ അനുഗമിച്ചു. ആശ്രമത്തിൽ നിന്ന് അല്പമകലെ വനം കൂടുതൽ സാന്ദ്രമായി. സൂര്യപ്രകാശം മരച്ചിലകൾക്കിടയിലൂടെ ഒരു ചെറിയ വരകളായി ഭൂമിയിൽ വീണു. ഒരു വശത്ത് മാൻകൂട്ടം ശാന്തമായി പുല്ലുമേയുകയായിരുന്നു. അവർക്ക് മനുഷ്യരെ ഭയമുണ്ടായിരുന്നില്ല. അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു വലിയ ആൽമരത്തിന്റെ അരികിൽ ഗുരു നിന്നു. മരത്തിന്റെ താഴേക്ക് നോക്കാൻ അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു.
ഭൂമിയുടെ ഒരു നീണ്ട ഉറുമ്പുകളുടെ നിര മുന്നോട്ട് നടക്കുകയായിരുന്നു. ഓരോ ഉറുമ്പും ചെറിയ ഭക്ഷണ കഷ്ണങ്ങൾ ചുമന്നിരുന്നു. ആരും ഒരാളുടെ ഭാരം മറ്റൊരാൾക്ക് തള്ളിക്കൊടുത്തില്ല. ആരും പരാതിപ്പെട്ടില്ല. അവർ നിശബ്ദമായി സ്വന്തം ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഗുരുവസിഷ്ഠൻ ചോദിച്ചു, ഇവരിൽ ആരാണ് രാജാവ്? ശിഷ്യന്മാർ പരസ്പരം നോക്കി. ആർക്കും ഉത്തരം അറിയില്ലായിരുന്നു. അപ്പോൾ രാമൻ പതുക്കെ പറഞ്ഞു, ഗുരുദേവ, ഇവിടെ ആരും സ്വയം വലിയവരാണെന്ന് കരുതുന്നില്ല. അതുകൊണ്ടാകാം ഇവർ ഒരുമിച്ച് ജീവിക്കുന്നത്. വസിഷ്ഠൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ശരിയാണ് രാമ, പ്രകൃതി ആർക്കും അഹങ്കാരം പഠിപ്പിക്കില്ല, സഹകരണം മാത്രമാണ് പഠിപ്പിക്കുന്നത്. അവർ വീണ്ടും നടന്നു. കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ ഒരു ചെറിയ വടവൃക്ഷത്തിന്റെ തൈ പാറയുടെ വിള്ളലിൽ വളരുന്നത് കണ്ടു. ഗുരു ആ തൈ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിത്ര ചെറിയതാണെങ്കിലും എന്തുകൊണ്ട് വളരുന്നു? ലക്ഷ്മണൻ ഉടൻ മറുപടി പറഞ്ഞു, കാരണം ഇത് ജീവൻ കൈവിടുന്നില്ല. ഗുരു തലകുലുക്കി. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും ധർമ്മം കൈവിടാത്തവനാണ് യഥാർത്ഥ ശക്തൻ. ഭരതൻ ആ തൈയെ നിശബ്ദമായി നോക്കി. അവന്റെ മനസ്സിൽ ഒരു ചിന്ത ഉയർന്നു. ചെറുതാണെന്ന് കരുതി ഒരാളെയും ഒരിക്കലും അവഗണിക്കരുത്. വനം അവരെ ഓരോ നിമിഷവും പുതിയത് പഠിപ്പിക്കുകയായിരുന്നു. പുസ്തകമില്ലാതെ, വാക്കുകളില്ലാതെ പ്രകൃതി തന്നെ ഒരു ഗുരുവായി അവരുടെ മുന്നിൽ നിന്നു. തിരികെ ആശ്രമത്തിലേക്ക് നടക്കുമ്പോൾ ആകാശത്ത് വെളുത്ത മേഘങ്ങൾ പതുക്കെ ഒഴുകി. മൃദുകാറ്റ് വനപൂക്കളുടെ സുഗന്ധം കൊണ്ടുവന്നു. രാമൻ പുഞ്ചിരിച്ചു. ഇന്ന് താൻ പഠിച്ചത് വാക്കുകൾ മാത്രമല്ല, ജീവിതത്തെ കാണാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാടായിരുന്നു. ആശ്രമത്തിന്റെ കവാടം വീണ്ടും അവരുടെ മുന്നിലെത്തി. സന്ധ്യ പതുക്കെ ഇറങ്ങി വരികയായിരുന്നു. യാഗശാലയിലെ അഗ്നി വീണ്ടും ജ്വലിക്കാൻ തുടങ്ങി. ഇന്നത്തെ പാഠങ്ങൾ ഇനിയും അവസാനിച്ചിരുന്നില്ല. സൂര്യൻ പതുക്കെ പടിഞ്ഞാറൻ മലനിരകൾക്ക് മറയാൻ തുടങ്ങി. വനത്തിന്റെ പച്ചനിറം ഇപ്പോൾ സ്വർണവർണ്ണമായി മാറിയിരുന്നു. ഓരോ മരവും അവസാന സൂര്യകിരണങ്ങളെ സ്വീകരിക്കുന്നത് പോലെ നിശബ്ദമായി നിന്നു. ആശ്രമത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള സമയമായിരുന്നു. എല്ലാ ശിഷ്യന്മാരും യാഗശാലയുടെ മുന്നിൽ ഒരുമിച്ചിരുന്നു. യാഗവേദിയിലെ അഗ്നിജ്വാല പതുക്കെ ഉയർന്നു. അതിന്റെ പ്രകാശം ഓരോ മുഖത്തും ഒരു പ്രത്യേക ശാന്തി നിറച്ചു. പ്രാർത്ഥന അവസാനിച്ച ശേഷം ഗുരു വസിഷ്ഠൻ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചു. ഇന്ന് നിങ്ങൾ ഒരുപാട് പഠിച്ചു. എന്നാൽ ഒരു ചെറിയ കഥ കൂടി പറയാം. എല്ലാ ശിഷ്യന്മാരും ശ്രദ്ധയോടെ ഗുരുവിനെ നോക്കി. വനം പോലും ആ കഥ കേൾക്കാൻ നിശബ്ദമായതുപോലെ തോന്നി. ഒരു ചെറിയ മുളങ്കുരു വനത്തിൽ വളരാൻ തുടങ്ങി. അതിന്റെ അരികിൽ ഒരു വലിയ അശ്വത്ഥമരം. മുളങ്കുരു ദിവസവും ചിന്തിച്ചു, ഞാൻ ഒരിക്കലും ഇത്ര വലുതാകില്ല. അശ്വത്ഥമരം അതിനെ കണ്ടു പറഞ്ഞു, വലുതാകാൻ ആദ്യം ആഴത്തിൽ വേരിറക്കണം. മുകളിലേക്ക് വളരുന്നതിന് മുമ്പ് താഴേക്ക് വളരാൻ പഠിക്കണം. ഗുരു ഒരു നിമിഷം നിശബ്ദനായി. ശേഷം രാമനെയും മറ്റു ശിഷ്യന്മാരെയും നോക്കി, ഇന്ന് നിങ്ങളും അതുപോലെയാണ്. നാളെ ലോകം നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ഇന്ന് വിനയത്തിൽ വേരൂർക്കണം. ആ വാക്കുകൾ ആരുടെയും ഹൃദയം വിടാതെ തൊട്ടു. ലക്ഷ്മണൻ രാമനെ നോക്കി. രാമൻ നിശബ്ദമായി പുഞ്ചിരിച്ചു. കാരണം ഗുരു പറഞ്ഞത് ഒരു കഥ മാത്രമല്ലായിരുന്നു, ജീവിതത്തിന്റെ സത്യമായിരുന്നു. സന്ധ്യയുടെ കാറ്റ് കൂടുതൽ തണുത്തു. ആകാശത്ത് ആദ്യ നക്ഷത്രം തെളിഞ്ഞു. ആശ്രമത്തിലെ മൺവിളക്കുകൾ ഒന്നൊന്നായി തെളിഞ്ഞു. ചെറിയ വിളക്കുകളുടെ പ്രകാശം കുടിലുകൾക്കിടയിൽ മനോഹരമായി പരന്നു. രാത്രി ഭക്ഷണ സമയമായി. അന്ന് എല്ലാവരും ഒരുമിച്ച് ലളിതമായ ഭക്ഷണം കഴിച്ചു. അവിടെ സമ്പന്നനും ദരിദ്രനും എന്ന വ്യത്യാസമില്ല. ഗുരുവിന്റെ മുന്നിൽ എല്ലാവരും ഒരു കുടുംബമായിരുന്നു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഓരോ ശിഷ്യനും സ്വന്തം പാത്രങ്ങൾ കഴുകി സ്ഥലത്ത് വെച്ചു. രാമനും സഹോദരന്മാരും അതുപോലെ ചെയ്തു. ഇവിടെ ചെറിയ ജോലിയെന്നോ വലിയ ജോലിയെന്നോ ഒന്നുമില്ലെന്ന് അവർ ഇതിനകം മനസ്സിലാക്കിയിരുന്നു. രാത്രിയുടെ ശാന്തത പതുക്കെ ആശ്രമത്തെ മൂടി. ദൂരെയുള്ള അരുവിയുടെ ഒഴുക്ക് മാത്രം കേൾക്കാം. നാളെ ഒരു പുതിയ പാഠം അവരെ കാത്തിരിക്കുന്നുവെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഒരു മധുരമായ ആകാംക്ഷയുണ്ടായിരുന്നു. സന്ധ്യ പതുക്കെ രാത്രിയിലേക്ക് വഴിമാറി. ആകാശത്ത് നക്ഷത്രങ്ങൾ ഒന്നൊന്നായി തെളിയാൻ തുടങ്ങി. വെളുത്ത നീല വെളിച്ചം ആശ്രമത്തിലെ ചെറിയ കുടിലുകളെ മൃദുവായി തഴുകി. കാറ്റിൽ ചന്ദനത്തിന്റെ നേർത്ത സുഗന്ധം. വനം ആ ദിവസം പഠിച്ച ഓരോ പാഠവും സ്വന്തം നിശബ്ദതയിൽ സൂക്ഷിച്ചു വെച്ചതുപോലെ തോന്നി. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഗുരുവസിഷ്ഠൻ എല്ലാ ശിഷ്യന്മാരെയും അരയാലിന്റെ വിശാലമായ തണലിലേക്ക് വിളിച്ചു. അവിടെ ചെറിയ മൺവിളക്കുകൾ വട്ടത്തിൽ തെളിഞ്ഞു നിന്നു. അവയുടെ മൃദുവായ വെളിച്ചത്തിൽ ഓരോ മുഖത്തും ഒരു പ്രത്യേക ശാന്തി പ്രതിഫലിച്ചു.
വസിഷ്ഠ മഹർഷി 4 രാജകുമാരന്മാരെയും നോക്കി പുഞ്ചിരിച്ചു. ശേഷം ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു: രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന, ഇന്ന് നിങ്ങളുടെ ആദ്യ ദിവസം അവസാനിക്കുകയാണ്. പക്ഷേ ഒരു ശിഷ്യന്റെ യഥാർത്ഥ യാത്ര ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം അരികിലുണ്ടായിരുന്ന ഒരു ചെറിയ വിളക്ക് കയ്യിലെടുത്തു. ആ വിളക്കിന്റെ ജ്വാല നിശ്ചലമായി കത്തുകയായിരുന്നു. ഈ ചെറിയ ദീപം സ്വയം കത്തുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നത്. അതുപോലെ ഒരു നല്ല മനുഷ്യൻ ആദ്യം സ്വന്തം ഹൃദയം നന്മ കൊണ്ട് നിറയ്ക്കണം. അപ്പോഴേ അവന് മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രകാശമാകാൻ കഴിയൂ. രാമൻ ആ ദീപത്തെ ശ്രദ്ധിച്ചു നോക്കി. ആ ചെറിയ ജ്വാല അവന്റെ മനസ്സിൽ ഒരു വലിയ ചിന്ത ഉണർത്തി. ജീവിതത്തിന്റെ യഥാർത്ഥ മഹത്വം അധികാരത്തിലല്ല, മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നതിലാണ്. അപ്പോൾ ലക്ഷ്മണൻ ഗുരുവിനോട് ഒരു ചോദ്യം ചോദിച്ചു: ഗുരുദേവ, നമ്മൾ ഇത്രയധികം പഠിക്കാനുണ്ട്. എല്ലാം പഠിക്കാൻ എത്ര കാലം വേണ്ടിവരും? വസിഷ്ഠൻ മൃദുവായി ചിരിച്ചു: ലക്ഷ്മണ, വിദ്യയ്ക്ക് അവസാനമില്ല. ഓരോ പ്രഭാതവും ഒരു പുതിയ പാഠമാണ്. ഓരോ മനുഷ്യനും ഒരു പുതിയ ഗുരുവാണ്. ഓരോ അനുഭവവും ഒരു പുതിയ ഗ്രന്ഥമാണ്. ആ മറുപടി എല്ലാ ശിഷ്യന്മാരെയും ചിന്തയിലാഴ്ത്തി. പഠനം ആശ്രമത്തിൽ അവസാനിക്കുന്നതല്ല, ജീവിതം മുഴുവൻ തുടരുന്നതാണെന്ന് അവർ മനസ്സിലാക്കി. അല്പസമയം കഴിഞ്ഞ് ഗുരു 4 പേരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ധർമ്മം നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ, സത്യം നിങ്ങളുടെ വാക്കുകളാകട്ടെ, കരുണ നിങ്ങളുടെ ശക്തിയാകട്ടെ, വിനയം നിങ്ങളുടെ അലങ്കാരമാകട്ടെ. 4 പേരും ഒരുമിച്ച് ഗുരുവിന്റെ പാദങ്ങളിൽ വണങ്ങി. ആ നിമിഷം അവർ രാജകുമാരന്മാരാൽ മാത്രമായിരുന്നില്ല. 4 പേരും ഒരുമിച്ച് ഗുരുവിന്റെ പാദങ്ങളിൽ വണങ്ങി. ആ നിമിഷം അവർ രാജകുമാരന്മാർ മാത്രമായിരുന്നില്ല, അറിവിനെ ആരാധിക്കുന്ന ശിഷ്യന്മാരായിരുന്നു. രാത്രി കൂടുതൽ ശാന്തമായി. ദൂരെയുള്ള അരുവിയുടെ ഒഴുക്ക് ഒരു താരാട്ട് പോലെ കേൾക്കാൻ തുടങ്ങി. രാത്രി കൂടുതൽ ശാന്തമായി. ദൂരെയുള്ള അരുവിയുടെ ഒഴുക്ക് ഒരു താരാട്ടുപാട്ട് പോലെ കേൾക്കാൻ തുടങ്ങി. ആകാശത്ത് ചന്ദ്രൻ പൂർണ്ണപ്രഭയിൽ തിളങ്ങി. കുടിലിലേക്ക് തിരികെ നടക്കുമ്പോൾ രാമൻ ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കി. അനന്തമായ ആ നക്ഷത്രങ്ങൾക്കിടയിൽ തന്റെ ജീവിതവും ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് അവൻ അനുഭവപ്പെട്ടു. ആ രാത്രി ആശ്രമം ഉറക്കത്തിലേക്ക് വഴിമാറി. പക്ഷേ 4 സഹോദരന്മാരുടെ ഹൃദയങ്ങളിലും ഒരു പുതിയ സ്വപ്നം ഉണർന്നിരുന്നു. ധർമ്മത്തെ അറിയാനുള്ള സ്വപ്നം, ലോകത്തെ സ്നേഹിക്കാനുള്ള സ്വപ്നം, ഒരു നല്ല മനുഷ്യനാകാനുള്ള സ്വപ്നം. ഇതോടെ ഗുരുവസിഷ്ഠന്റെ ആശ്രമത്തിലെ ആദ്യ ദിനം എന്ന എപ്പിസോഡ് അവസാനിക്കുന്നു. ശുഭരാത്രി. അടുത്ത കഥയിൽ വീണ്ടും കണ്ടുമുട്ടാം.